ഹലോ ഗായ്സ്, ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എവിടേക്ക് പോകാനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മഴയത്ത് ഒരു അന്നദാനത്തിന് പോകാൻ. മഴ ചെറുതായി ചാറ്റൽ മഴയുള്ള കേട്ടോ. ഇങ്ങനെ ആയാലും പോവണ്ടേ? കുടയും ഇല്ല. ഏതോ ഒരു ചത്ത കുടയും കണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. കുടയില്ലാതെയാ പോകുന്നേ. എന്താവും അറിഞ്ഞൂടാ. മഴ കുറഞ്ഞാൽ മതിയായിരുന്നു. ഒരു 12:15 പോവാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരു മന്ദതയാണ് കേട്ടാ. ഒട്ടം കണ്ടില്ലേ? ഒട്ടം ഒരുങ്ങി റെഡിയായിട്ടിരിക്കുക. ഇതുവരെ മഴ തീർന്നില്ല, അതുകൊണ്ട് നമുക്ക് പോകാനും പറ്റില്ല. പക്ഷെ ഈ നല്ല തണുപ്പ് നല്ല രസമുണ്ട് കേട്ടോ. ഇത്ര നാൾ ചൂടല്ലായിരുന്ന, ഇതിനുള്ളിൽ കയറിയതാണ് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഒരു നല്ല രസമുണ്ട്. പക്ഷെ എങ്ങും പോകാൻ പറ്റത്തില്ല കേട്ടോ. അതേ ഉള്ളൂ ഒരു വിഷമം. മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഒരു കൊമ്പൊക്കെ ഉള്ള മീനാണ്. ഒരു കണ്ണ മൂശി പോലെ ഇരിക്കും. ഇവിടെ ഉള്ളവരൊക്കെ തേടെന്നാ പറയണേ. തേടോ ഫോർത്തോ ഫിഫ്ത്തോ എനിക്കറിയില്ല കേട്ടാ. മാങ്ങ നോക്ക്. ഞങ്ങള് പീറ്റേക്ക് പോകുമ്പോ എന്നും പറിക്കുമായിരുന്നു. തിരിച്ചു വരുമ്പോ കണ്ട് തട്ടിയിട്ടൊന്ന് പോകും. ഗൈസ്, ഇതൊന്ന് നോക്കണം. നല്ല ചാറ്റൽ മഴയിൽ ഈ സ്ഥലത്ത് വന്നിരിക്കുക. എന്ത് നല്ല തണുപ്പാണെന്നറിയോ. നമ്മൾ ഈ ഊട്ടിയിൽ കൊടൈക്കനാലിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അത്രയും തണുപ്പൊന്നും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നാലും നമ്മുടെ ഒരു മഴയത്തെ ഒരു വല്ലാത്ത സുഖമുണ്ട് ഇതുവഴി നടന്നൊക്കെ പോവാൻ. ഒരു രക്ഷയും ഇല്ല. കഴിച്ച് കഴിഞ്ഞ് ഗൈസ് നമ്മൾ പോകാൻ പോവുകയാണ്. അമ്പലം എന്തായാലും കാണിച്ചെന്നില്ലെന്ന് പരാതി ഉണ്ട്. അമ്പലം നമുക്ക് കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ബേക്കിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. ഇതാണ് അമ്പലം. ഏകദേശം 3 വർഷമായി ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ അന്നദാനമൊക്കെ കഴിക്കാൻ പോയിട്ട്. ഇപ്പോൾ വീട്ടുകാരില്ല, പുറത്തു നിന്നാണ് ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥലം കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ നന്നായിട്ട് അറിയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ടാണ് നല്ല രസമുണ്ട്. കൂടെ മീൻ പിടിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. ഓ പിന്നെ നീ മണ്ടയിൽ മതി 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 വിശ്വസിച്ച് പോയി. മതി മതി പൊക്കോ പൊക്കോ പൊക്കോ. എല്ലാവരും അമ്പലത്തിൽ വെള്ളത്തിലായിരിക്കും. വീട്ടിലെത്തണമെന്നല്ല, വല്ലവരും മാങ്ങ എന്തായാലും ഒരു കരക്ക് ഇറങ്ങി. അങ്ങനെയൊന്നും ഓടിക്കായിരുന്നു ഇവിടെ പോകുമ്പോ. അന്ന് ഇത്രയും താന്നിട്ടില്ലായിരുന്നു കേട്ടോ. തിന്നണ്ട. ചോറ് കഴിക്കാൻ പോയി ക്ഷീണിച്ച് അമ്മയ്ക്ക് ഒരു പൊതിയെടുത്ത് പൊതിഞ്ഞുകൊണ്ടാ വന്നേ. ഇത് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അവരെല്ലാരും മാങ്ങ അരച്ച് എടുത്തിട്ട് അതുകൊണ്ട് ഞാനും എടുത്തു. ഒരുത്തൻ കുറേ ദിവസമല്ല കുറേ നേരം കൊണ്ട് ഒരുത്തൻ ഇവിടോട്ട് വരുന്നുണ്ട്. എന്തോ ഒരു കള്ളത്തരം അതിലുണ്ട്. എന്തോ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തുവാ അടച്ചു വെച്ചതെന്ന് അറിയത്തില്ല. തുറന്നു നോക്കാം. ഈശ്വര, ഇത് നോക്ക് എൻ്റെ ദേവി. മൂങ്ങ ഗൈസ്, മൂങ്ങ. ഇതൊരു മൂങ്ങയാ ഗൈസ് അവൻ അടച്ചു വെച്ചേക്കുന്നത്. നോക്ക്, ചത്തുപോകൂലേ എന്തോ ഇത്. ഓ കൊള്ളാല്ല. കാണിച്ചു അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കുന്ന, അത് ചത്തുപോകത്തില്ലേ? മൂങ്ങനെ പോലും വെറുതെ മഴ നനയാൻ സമ്മതിക്കാതെ രക്ഷിച്ച നമ്മുടെ വൈശുമോ വഴക്ക് കേട്ടിട്ടിരിക്കുകയാണ് ഗായ്സ്.
ഒരു പക്ഷെ നമ്മളും പണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വല്ല പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഒക്കെ വഴി കിടക്കുവാണെങ്കിൽ അതിനകത്ത് വീട്ടിൽ കൊണ്ട് ഒളിച്ചു വെക്കും. അതേപോലെ തന്നെ അല്ലേ കളെ പാവം. അത് മാത്രമല്ല നമ്മളെ പഴയ ഓർമ്മകൾ, മാങ്ങ മരത്തിൽ നിന്നൊക്കെ തല്ലിയെടുത്ത് ഉപ്പിലിടുക, കടിച്ചോണ്ട് വരിക, ഇതെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ കാണിക്കുന്ന ഓരോന്നും നമ്മൾ പണ്ടൊക്കെ കാണിച്ചിട്ടുള്ള കുരുത്തക്കേടുകളായിരിക്കും. അതുകൊണ്ട് കള്ളത്തിനൊന്നും നമ്മുടെ പറ്റത്തില്ല. നമ്മളും ഇതുപോലത്തെ കുരുത്തക്കേടൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.